രാംചരണിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രമാണ് ഗെയിം ചേഞ്ചർ. ജനുവരി 10-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. 400 കോടി മുതൽ മുടക്കോടെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 186 കോടി രൂപ ഓപ്പണിംഗ് ദിന കളക്ഷൻ നേടിയെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും വലിയ അനക്കമൊന്നും ഉണ്ടാക്കാൻ ചിത്രത്തിന് ആയിട്ടില്ലെന്നതാണ് വസ്തുത. തിയേറ്ററിൽ തകർന്നുപോയ ഇന്ത്യൻ 2-വിന്റെ സമാന ശൈലിയിൽ തന്നെയാണ് ഗെയിം ചേഞ്ചറിന്റെ മേക്കിംഗ് എന്നായിരുന്നു പ്രധാന വിമർശനം. ബ്രഹ്മാണ്ഡ കാഴ്ചകൾ ഒരുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിലൊന്നും പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള പുതുമയില്ലെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ മറ്റൊരു വിവാദം. ശങ്കർ ചിത്രം ഗെയിം ചേഞ്ചർ 186 കോടി രൂപ ഓപ്പണിംഗ് ദിന കളക്ഷൻ നേടിയെന്ന അണിയറ പ്രവർത്തകരുടെ വാദം തള്ളി ഫിലിം ട്രേഡ് അനലിസ്റ്റുകൾ രംഗത്തെത്തി. രാംചരൺ നായകനായി എത്തിയ ചിത്രം ആദ്യ ദിനം 100 കോടിക്ക് അടുത്തുപോലും കളക്ഷൻ നേടിയിട്ടില്ല എന്നതാണ് വസ്തുതയെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. 186 കോടി നേടിയെന്ന വ്യാജ കണക്കാണ് അണിയറ പ്രവർത്തകർ പ്രചരിപ്പിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ 86 കോടി രൂപ മാത്രമാണ് ചിത്രം നേടിയ കളക്ഷൻ. കോടികളുടെ കണക്കുകൾ സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെ വിനയായി തീരുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. സിനിമയുടെ പോസിറ്റീവ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി കളക്ഷൻ ഉയർത്തിക്കാട്ടിയെന്നാണ് പ്രധാന വിമർശനം. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2-ന് ആദ്യ ദിനം ലഭിച്ച ആഗോള കളക്ഷൻ 294 കോടി രൂപയായിരുന്നു. ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയായിരുന്നു ഇത്. പുഷ്പ 2-വിനൊപ്പം എത്താനുള്ള അണിയറ പ്രവർത്തകരുടെ വാശിയാണ് ഈ കള്ളക്കണക്കുകൾക്ക് കാരണമെന്നാണ് വിമർശകർ പറയുന്നത്. അതേസമയം ആദ്യ ദിനം തന്നെ മോശം പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ക്ലീശേ കഥയാണ് ചിത്രത്തിന്റേതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തമിഴിലും മലയാളത്തിലും സിനിമയ്ക്ക് മോശം പ്രതികരണമാണെങ്കിലും തെലുങ്കിൽ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു. ചിത്രം തിയേറ്ററുകളിലെത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യാജ പതിപ്പുകൾ ഓൺലൈനിൽ എത്തിയത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇറക്കിയെന്ന് കരുതുന്ന 45 പേർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗെയിം ചേഞ്ചറിന്റെ നിർമ്മാതാക്കൾ. വ്യാജ പതിപ്പ് ചോർത്താതിരിക്കാൻ പണം ആവശ്യപ്പെട്ടതായാണ് നിർമ്മാതാക്കൾ ആരോപിക്കുന്നത്. ചിത്രത്തിന്റെ വ്യാജ പ്രിന്റ് പുറത്തുവിട്ടവർ തങ്ങളെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടെന്നാണ് നിർമ്മാതാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. 45 പേർക്കെതിരെയാണ് നിർമ്മാതാക്കൾ പരാതി നൽകിയത്. ചിത്രം തിയേറ്ററുകളിലെത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങി. കുറ്റകൃത്യത്തിന് പിന്നിൽ ഉള്ളവരെന്ന് കരുതുന്ന 45 പേർക്കെതിരെയാണ് നിർമ്മാതാക്കൾ സൈബർ ക്രൈം വിഭാഗത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ 45 പേർ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചവരാണോ എന്നാണ് സൈബർ ക്രൈം വിഭാഗത്തിന്റെ അന്വേഷണം. ചിത്രത്തിന്റെ റിലീസിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും വ്യാജ പതിപ്പ് ചോർത്താതിരിക്കാൻ ഇവർ നിർമ്മാതാക്കളോട് പണം ആവശ്യപ്പെട്ടതായാണ് വിവരം. അതേസമയം ചിത്രത്തിന് മോശം പ്രതികരണം ലഭിക്കുന്ന സാഹചര്യത്തിൽ നിർമ്മാതാക്കൾ ഉയർത്തുന്ന ഈ ആരോപണത്തിന്റെ ലക്ഷ്യം നെഗറ്റീവ് മാർക്കറ്റിംഗ് അല്ലേ എന്ന സംശയമാണ് ഉയർത്തുന്നത്. ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ സിനിമയെ വീണ്ടും ചർച്ചയിൽ നിലനിർത്താനും അതുവഴി സിനിമയ്ക്ക് കൂടുതൽ ആളുകൾ കയറുമെന്നാണ് പ്രൊഡ്യൂസർമാർ വിശ്വസിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉയർന്ന ഈ ആരോപണവും പരാതിയുമെല്ലാം ചിത്രത്തിന്റെ നെഗറ്റീവ് പബ്ലിസിറ്റിക്കും മാർക്കറ്റിംഗിനുമുള്ള ഒരു തന്ത്രമാണെന്ന ആരോപണമാണ് ഉയരുന്നത്. അതേസമയം രാംചരൺ വിവിധ ഗെറ്റപ്പുകളിലെത്തുന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ ജയറാമും അഭിനയിക്കുന്നുണ്ട്. കിയാര അദ്വാനിയാണ് ചിത്രത്തിലെ നായിക. അഞ്ജലി, SJ സൂര്യ, സുനിൽ, ശ്രീകാന്ത്, സമുദ്രകനി, നാസർ തുടങ്ങിയ വലിയ താരനിര ഗെയിം ചേഞ്ചറിൽ അഭിനയിക്കുന്നുണ്ട്. ശങ്കറിന്റെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് ഗെയിം ചേഞ്ചർ.